ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഈ തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചക്കയുടെ പൂഞ്ഞാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാനിലോട്ട് 1 കപ്പ് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും 1 സ്പൂൺ ഉലുവയും ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 കഷ്ണം വെളുത്തുള്ളിയും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. തീ മീഡിയം ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാതെ നല്ല ബ്രൗൺ നിറമാകുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ നിറമായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചനിറം മാറിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് നമുക്ക് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും പുളിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാണ് ചക്കയുടെ പൂഞ്ഞ്. ഇതിനെ പൂഞ്ചെന്നും പറയാറുണ്ട്. ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനി മറ്റൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ചധികം ചെറിയുള്ളിയുടെ ആവശ്യമുണ്ട്. നമുക്ക് അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയുടെ പൂഞ്ഞും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് വേവാൻ വേണ്ടിയുള്ള വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വന്നാൽ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, ചക്കപ്പൂഞ്ഞ് തീയൽ റെഡി ആയിട്ടുണ്ട്. ഈ സിമ്പിൾ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ കുഞ്ഞു ചാനലും എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. താങ്ക്